2025 ഒക്ടോബർ മാസത്തിലേക്ക് എനിക്ക് എഴുതണം. അങ്ങനെ എനിക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇന്നാണോ, 2025 ജൂൺ 23 തീയതിയാണോ, ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന പല സെന്ററുകളിൽ നിന്നൊക്കെ പ്രശ്നം വന്നിരിക്കുന്നതാണ്. എക്സാം ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അതൊന്നും അല്ല കേട്ടോ. കാരണം ഇതാണ്, നിങ്ങളില്ല അപ്പൊ NOS +2 ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ +2 മാത്രം പരീക്ഷയുടെ ഫീസ് അടയ്ക്കേണ്ടത് ഇന്നാണ്, 10ാം ക്ലാസ്സിന്റെ ഇനിയിപ്പോ ഉടനെ അറിയിക്കും, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ 2025 ജൂൺ 23 എന്നൊരു ഡേറ്റ് ഉണ്ടല്ലോ, അത് ആർക്കാണ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് NOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ആ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷ നമുക്കറിയാം, പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട് NOS അല്ലെ. അത് വരാൻ പോകുന്ന 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാം. അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനോടെ ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരുപാട് ആളുകളുടെ സംശയമാണ്, മിസ് നമ്മുടെ പരീക്ഷാ ഫീസ് 2025 ജൂൺ 23 അടയ്ക്കണോ, അതായത് ഇന്നാണോ അതിന്റെ എക്സാം ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി എന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ വിളിച്ച് ചോദിക്കുന്ന, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതി, അപ്പൊ നമ്മൾ 1-2 സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയി പോയിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു ഫെയിൽ ആയ സബ്ജക്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിഷയം ഈ 2025 ഒക്ടോബർ മാസത്തിലേക്ക് എനിക്ക് എഴുതണം. അങ്ങനെ എനിക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഇന്നാണോ, 2025 ജൂൺ 23 തീയതിയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന പല സെന്ററുകളിൽ നിന്നൊക്കെ പറയുന്ന 2025 ജൂൺ 23 ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട ഡേറ്റ് NOS ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമുക്കറിയാം NOSന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരണം. ആ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ അടച്ചു തുടങ്ങേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഒക്കെ എക്സാം ഫീസ് അടയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അത് ചില ആളുകൾ എന്നോട് ചോദിക്കുന്നു, മിസ് സൈറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കുന്നതാണ്, എക്സാം ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. അതൊന്നും അല്ല കേട്ടോ. കാരണം ഇതാണ്, നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കുന്നതിന്റെ നോട്ടിഫിക്കേഷൻ NOSന്റെ ഭാഗത്തുനിന്ന് വരണം. അത് നിങ്ങളുടെ NOSന്റെ ആ ഒരു എക്സാം ഫീസ് അടയ്ക്കേണ്ട അല്ലെങ്കിൽ 2025 ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ പ്രത്യേകം NOS സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, 2025 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് റിസൾട്ട് വന്നതിന് ശേഷം അല്ലെ, പുതിയൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പുതിയൊരു നോട്ടിഫിക്കേഷനിലൂടെ ഡേറ്റ് പറയുന്നതായിരിക്കും. അപ്പൊ അന്ന് മുതലായിരിക്കും നിങ്ങളുടെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആകുക, അതായത് എക്സാം ഫീസ് അടയ്ക്കേണ്ട പോർട്ടൽ ഓപ്പൺ ആകുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ചില വിദ്യാർത്ഥികളിൽ നിലനിൽക്കുന്ന സംശയം അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ NOSൽ +2 മാത്രമല്ല 10ാം ക്ലാസ്സും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ആ NOS +2ന്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ NOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അല്ലെ. ഇനി 10ാം ക്ലാസ് ഉണ്ട്. 10ാം ക്ലാസിന്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ NOSൽ +2 ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ +2 മാത്രം പരീക്ഷയുടെ ഫീസ് അടയ്ക്കേണ്ടത് ഇന്നാണ്, 10ാം ക്ലാസ്സിന്റെ ഇനിയിപ്പോ ഉടനെ അറിയിക്കും, അങ്ങനെയൊന്നുമില്ല. +2നും 10ാം ക്ലാസ്സുകാർക്ക്, അതായത് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഇനി പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് കൂടെ പബ്ലിഷ് ചെയ്തതിന് ശേഷം 10നും +2നും നിങ്ങൾക്ക് ആ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയം NOS തന്നെ ഡിക്ലെയർ ചെയ്യും. ആ ഒരു ടൈമിൽ നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിസ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 2025 ജൂൺ 23 എന്നൊരു ഡേറ്റ് ഉണ്ടല്ലോ,
പറഞ്ഞല്ലോ, അത് ആർക്കാണ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതായിരിക്കും അല്ലെ. നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം 2025 ജൂൺ 23 എന്നുള്ള ഡേറ്റ് അത് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഫ്രഷ് ആയിട്ട്, അതായത് ഒരു എക്സാമും NOS എഴുതാതെ ആദ്യമായിട്ട് NOS പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് അല്ലെ. അങ്ങനെയുള്ളവർക്കാണ് 10ാം ക്ലാസ്സുകാർക്കും +2കാർക്കും ഒക്കെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാണ് ഈ 2025 ജൂൺ 23 എന്ന് പറയുന്ന ഡേറ്റ്, ഫൈൻ ഇല്ലാതെ. അപ്പൊ നാളെ മുതൽ നമ്മുടെ ഫൈൻ ആരംഭിക്കുകയാണ്. നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ ഓരോ സബ്ജക്റ്റിനും 100 രൂപ വീതം ഫൈനോട് കൂടിയുള്ള പരീക്ഷ ഫീസ് നാളെ മുതൽ ആരംഭിക്കും. അപ്പൊ ഫൈൻ ഇല്ലാതെയുള്ള ഡേറ്റ് ഇന്നാണ്. 2025 ജൂൺ 23 കൂടി പരീക്ഷ ഫീസ് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 2025 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ, അതായത് കഴിഞ്ഞ പരീക്ഷ അല്ലെ, അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു 2025 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാത്ത ചില ആളുകൾ ഉണ്ടാവുമല്ലോ, മുൻ വർഷങ്ങളിലൊക്കെ NOS രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പൊ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം, ഇപ്പൊ പരീക്ഷ ഫീസ് അടയ്ക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി 2025 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ ഫീസ് അടച്ചു, എന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാതെ ഇരുന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊന്നും ഈ പരീക്ഷ ഫീസ് ഇപ്പൊ അടയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വരണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എക്സാം ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു തരും കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം നമ്മുടെ പരീക്ഷ ഫീസ് ഫ്രഷ് ആയിട്ട് 2025 ഒക്ടോബർ പരീക്ഷ എഴുതുന്നവർക്കാണ് എക്സാം ഫീസ് ഇപ്പൊ അടയ്ക്കേണ്ടത്. അതല്ലാതെ സേ അല്ല കേട്ടോ. ഏപ്രിലൊക്കെ എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള നോട്ടിഫിക്കേഷൻ പുതിയത് വരണം. പുതിയത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചാൽ മതി. ഇപ്പൊ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് 10ാം ക്ലാസ്സിന്റെ റിസൾട്ടും കൂടെ വരട്ടെ. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് കൂടെ വന്നതിന് ശേഷം അതിനും കാണുമല്ലോ ചില വിദ്യാർത്ഥികളൊക്കെ 1-2 സബ്ജക്റ്റിനൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. അവർക്കും പരീക്ഷ എഴുതണ്ടേ അല്ലെ. അപ്പൊ അതുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഷെയർ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരും അറിയട്ടെ. അറിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള ആളുകളിലേക്കൊക്കെ നിങ്ങൾ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിർത്തുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനലിലൂടെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിർത്തുന്നു. NOS സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.